ഹായ് കൂട്ടുകാരെ, പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു കുതിരയുടെയും ഒച്ചിന്റെയും കഥയാണ് കേട്ടോ പറയാൻ പോകുന്നത്. ആദ്യമായി ഈ ചാനൽ കാണുന്നവരാണെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പൊ വാ വീഡിയോയിലേക്ക് പോകാം. ഒരിടത്തൊരിടത്ത് ഒരു കാട്ടിൽ ഒരു കുതിര ജീവിച്ചിരുന്നു. കുറച്ച് അഹങ്കാരിയായിരുന്നു ആ കുതിര. ഒരു ദിവസം കാട്ടിലൂടെ നടക്കുമ്പോൾ അവനൊരു ഒച്ചിനെ കണ്ടു. പതിയെ പതിയെ നിരങ്ങി നീങ്ങുന്ന ഒച്ചിനെ കണ്ട് അവന് പുച്ഛം തോന്നി. എത്ര പതുക്കെയാണിത് പോകുന്നത്. കുതിര ഒച്ചിനെ കളിയാക്കാൻ തുടങ്ങി. ഒച്ചേ, നീ എന്റെ കൂടെ ഒരു ഓട്ട മത്സരത്തിന് വരുന്നോ? അവൻ കളിയാക്കി. ഒച്ചിന് കുതിരയോട് നല്ല ദേഷ്യം തോന്നി. ശരി, ഞാൻ തയ്യാർ, ഒച്ചു പറഞ്ഞു. നമുക്ക് ഞായറാഴ്ച ഓട്ട മത്സരം നടത്താം, ഒച്ച് നിർദ്ദേശിച്ചു. ശരി, കുതിരയും സമ്മതിച്ചു. തന്റെ വീട്ടിൽ തിരിച്ചെത്തിയ ഒച്ച് എല്ലാവരെയും വിളിച്ചുകൂട്ടി കാര്യം പറഞ്ഞു. അവന്റെ അപ്പുപ്പൻ അവനൊരു സൂത്രം പറഞ്ഞു കൊടുത്തു. എല്ലാ ഒച്ചുകളും കാണാൻ ഒരുപോലെയാണുള്ളത്. കുതിരയുടെ ബുദ്ധിയെ നമുക്കൊന്ന് പറ്റിക്കണം. അങ്ങനെ ഞായറാഴ്ച വന്നു. ഒച്ചുകൾ എല്ലാവരും തന്നെ വീട്ടിൽ നിന്ന് വളരെ നേരത്തെ തന്നെ പുറപ്പെട്ടു. ചെറിയ ചെറിയ അകലത്തിൽ പന്തയം തുടങ്ങുന്ന വഴിയിൽ നിന്ന് അവസാനിക്കുന്നിടം വരെ അവർ ഒളിച്ചിരുന്നു. പന്തയം തുടങ്ങി. കുതിര കുറച്ചോടിയിട്ട് നോക്കിയപ്പോഴതാ തന്റെ മുന്നിലായി ഒച്ചോടുന്നു. കുതിര തന്റെ വേഗത കുറച്ചുകൂടി കൂട്ടി. എന്നിട്ട് നോക്കി. അപ്പോഴും ഒച്ച മുന്നിൽ തന്നെ. കുതിര തന്റെ സർവശക്തിയും എടുത്തോടി. എത്ര വേഗത്തിൽ ഓടിയെങ്കിലും ഒച്ച എപ്പോഴും തന്നെ മുന്നിൽ എത്തുന്നു. അവസാനം ഒരുപാട് നേരത്തെ ഓട്ടത്തിന് ശേഷം കുതിര ക്ഷീണിച്ചു. പന്തയത്തിൽ കുതിര തോറ്റു. കുതിര ഒച്ചിനോട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, ഞാൻ വിചാരിച്ചു നീ പതുക്കെ സഞ്ചരിക്കുന്ന ജീവിയാണെന്ന്. ഇത് കേട്ട് ഒച്ചു ഉറക്കെ ചിരിച്ചു. പുതിയതായി കാണുന്ന കൂട്ടുകാർക്ക് കഥ ഇഷ്ടായോ? കഥ ഇഷ്ടായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതുപോലെയുള്ള ഒരുപാട് കഥകൾ നമ്മുടെ ചാനലിലുണ്ട്, അതെല്ലാം കയറി കാണണേ. അപ്പൊ നല്ലൊരു കഥയുമായി വീണ്ടും കാണാട്ടോ. അതുവരെ ബൈ ബൈ.